Hello, good afternoon, students. സിഗ്നേച്ചറിലെ എ സോളിറ്ററി ഹ്യൂമൻസ് വോയിസ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇവിടെ ഇറ്റ് വാസ് ദ 9th of May. He always used to say to me, "You have no idea how beautiful Moscow is, especially on V-Day. When they set off the fireworks, I want you to see it." I was sitting with him in the room. He opened his eyes. അപ്പം നമ്മുടെ ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ജോലിക്കാരൻ്റെ പ്രയാസങ്ങളൊക്കെ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഐ വാസ് സിറ്റിംഗ് വിത്ത് ഹിം ഇൻ ദ റൂം. ഞാൻ അദ്ദേഹത്തോടൊപ്പം റൂമിലിരിക്കുകയായിരുന്നു. ഹി ഓപ്പൺഡ് ഹിസ് ഐസ്. അങ്ങനെ അയാളുടെ കണ്ണുകൾ തുറന്നു. ഈസ് ഇറ്റ് ഡേ ഓർ നൈറ്റ്? ഇത് രാത്രിയാണോ പകലാണോ? ഇറ്റ്സ് 9 at night. ഇത് ശരിക്ക് രാത്രി 9 മണിയായിരുന്നു. ഓപ്പൺ ദ വിൻഡോ. ദേ ആർ ഗോയിങ് ടു സെറ്റ് ഓഫ് ദ ഫയർ വർക്ക്സ്. ഏതായാലും വേണ്ടില്ല, അവർ ഫയർ വർക്ക്സ് ഒക്കെ അവിടെ അവസാനിപ്പിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ പോവാണ്. സോ ഓപ്പൺ ദ വിൻഡോ. ഐ ഓപ്പൺഡ് ദ വിൻഡോ. അങ്ങനെ ഞാൻ ജനൽ തുറന്നു. വി വർ ഓൺ ദ 8th floor. ഞങ്ങൾ 8ാം നിലയിലായിരുന്നു. ആൻഡ് ദ ഹോൾ സിറ്റി വാസ് ദർ ബിഫോർ അസ്. ഞങ്ങളുടെ പിറകിലായി മൊത്തം സിറ്റി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ദർ വാസ് എ ബൊക്കെ ഓഫ് ഫയർ എക്സ്പ്ലോഡിങ് ഇൻ ദ എയർ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ് ആ പൊട്ടിത്തെറി ഉണ്ടായ സ്ഥലത്ത് നിന്ന് അവിടുന്ന് ഈ തീജ്വാലകൾ ഇങ്ങനെ ആകാശത്ത് ഉയരുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ലുക്ക് അറ്റ് ദാറ്റ്, ഐ സെഡ്. അവിടേക്ക് നോക്ക്. ഐ ടോൾഡ് യു ഐ വുഡ് ഷോ യു മോസ്കോ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ മോസ്കോ കാണിക്കാമെന്ന്. ആൻഡ് ഐ ടോൾഡ് യു ഐ വുഡ് ഓൾവേസ് ഗിവ് യു ഫ്ലവേഴ്സ് ഓൺ ഹോളിഡേയ്സ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ഹോളിഡേയ്സിലൊക്കെ നിങ്ങൾക്ക് ഫ്ലവർ തരും, പൂക്കൾ തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഐ ലുക്ക്ഡ് ഓവർ ആൻഡ് ഹി വാസ് ഗെറ്റിംഗ് 3 carnations ഫ്രം അണ്ടർ ഹിസ് പില്ലോ. അങ്ങനെ ഞാൻ അവിടേക്ക് നോക്കി. ആൻഡ് ഹി വാസ് ഗെറ്റിംഗ് 3 carnations ഫ്രം അണ്ടർ ഹിസ് പില്ലോ. അദ്ദേഹത്തിൻ്റെ തലയിണക്കടിയിൽ നിന്ന് 3 ഫ്ലവർ കാർണേഷൻസ്, പൂക്കളുടെ ആ ഒരു പൂമാല എടുത്തു തന്നു. ഹി ഹാഡ് ഗിവൺ ദ നേഴ്സ് മണി. നേഴ്സിന് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷീ ഹാഡ് ബോട്ട് ദം. അവൾ ആ പൈസ കൊടുത്തിട്ട് നേഴ്സ് വാങ്ങിച്ചതാണ് ആ 3 carnations, ആ പൂക്കൾ. ഐ റാൻ ഓവർ ആൻഡ് കിസ്ഡ് ഹിം. ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ ഉമ്മ വെച്ചു. മൈ ലവ്, മൈ ഓൺലി വൺ. എൻ്റെ പ്രിയതമൻ, എൻ്റെ പ്രിയതമാ, എൻ്റെ ഏക പ്രിയതമാ. ഹി സ്റ്റാർട്ടഡ് ഗ്രൗളിങ്. വാട്ട് ഡിഡ് ദ ഡോക്ടേഴ്സ് ടെൽ യു? നോ ഹഗ്ഗിങ് മീ ആൻഡ് നോ കിസ്സിങ്. നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ എന്നെ ഉമ്മ വെക്കരുത്, എന്നെ കെട്ടിപ്പുണരരുത് എന്ന് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞില്ലേ. ഹീ ഗോട്ട് സോ ബാഡ് ദാറ്റ് ഐ കുഡൻ ലീവ് ഹിം ഈവൻ ഫോർ എ സെക്കൻഡ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഒരു സെക്കൻഡ് പോലും എനിക്ക് അദ്ദേഹത്തെ അവിടെ ഉപേക്ഷിച്ച് പോരാനായില്ല. ഹി വാസ് കോളിങ് മീ കോൺസ്റ്റൻ്റ്ലി. തുടരെ അദ്ദേഹം എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ലൂസിയ, വേർ ആർ യു? ലൂസിയ, ലുസെങ്ക ഒക്കെ അവരുടെ പേര് തന്നെ. അപ്പം നിങ്ങളെവിടെയാണ് എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഹി കോൾഡ് ആൻഡ് കോൾഡ്. ദ അതർ ബയോ ചേമ്പേഴ്സ് വേർ അവർ ബോയ്സ് were being tended to by soldiers. എന്നാൽ ദ അതർ ബയോ ചേമ്പേഴ്സ്, ഈ ബയോ ചേമ്പേഴ്സ് എന്ന് പറയുന്ന രോഗികളെ കിടത്തിയിരുന്ന സ്ഥലമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ അവർ ബോയ്സ് അവിടെ ആയിരുന്നു എൻ്റെ കുട്ടികളെ ഇരുത്തിയിരുന്നത്. വെയർ ബീയിങ് ടെൻഡഡ് ടു ബൈ
സോൾജിയേഴ്സ്. ആ ബയോ ചേമ്പേഴ്സ് നോക്കിയിരുന്നത് സോൾജിയേഴ്സ് ആയിരുന്നു, പട്ടാളക്കാരുണ്ടായിരുന്നു. ബിക്കോസ് ദ ഓർഡർലൈസ് ഓൺ സ്റ്റാഫ് റിഫ്യൂസ്ഡ്. ദേ ഡിമാൻഡഡ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. കാരണം സോൾജിയേഴ്സ് മാത്രമേ അവിടെ നോക്കുന്നുള്ളൂ. കാരണം ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം, ഞങ്ങൾക്ക് അവിടെ നിന്നാൽ അപകടം തോന്നി. സോ ദ സോൾജിയേഴ്സ് ക്യാരീഡ് ദ സാനിറ്ററി വെസൽസ്. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് പട്ടാളക്കാരായിരുന്നു. അവരാണ് ആ സാനിറ്ററി വെസൽസൊക്കെ കൊണ്ടു നടന്നിരുന്നത്. ദേ വൈപ്ഡ് ദ ഫ്ലോർ ഡൗൺ. അവരാണ് ആ ഫ്ലോറൊക്കെ തുടച്ചിരുന്നത്. ചേഞ്ച്ഡ് ദ ബെഡിങ്. ആ ബെഡൊക്കെ മാറ്റിയിരുന്നതും അവരാണ്. ദേ ഡിഡ് എവറിത്തിങ്. വേർ ഡിഡ് ദേ ഗെറ്റ് ദോസ് സോൾജിയേഴ്സ്? അവർക്ക് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ സോൾജിയേഴ്സിന് കിട്ടിയത്? വി ഡിഡ്ന്റ് ആസ്ക്. അതൊന്നും ചോദിച്ചില്ല. ബട്ട് ഹീ എവറി ഡേ ഐ വുഡ് ഹിയർ. പക്ഷെ അദ്ദേഹം എനിക്ക് കേൾക്കാൻ പറ്റും. ടച്ച് അയാൾ മരിച്ചു എന്ന്. ടിച്ചൂറ ഈസ് ടച്ച്. ടിറ്റനോക്ക ഈസ് ടച്ച്. ഡെഡ്. ഓരോരുത്തരായി ഓരോ ദിവസം ഇങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിലിരയാകപ്പെട്ട ആളുകൾ. He was producing stool 25 to 30 times a day. Okay, so he was producing some wastes 25 to 30 times a day. ഓരോ ദിവസവും 20-25 പ്രാവശ്യം. വിത്ത് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. ആ സ്റ്റൂളിൽ ആ മോഷൻ, അതായത് ആ ഒരു വേസ്റ്റിൽ എന്തുണ്ടായിരുന്നു? ബ്ലഡും മ്യൂക്കസും രക്തവും അതുപോലെ തന്നെ കഫമൊക്കെ ഉണ്ടായിരുന്നു. ഹിസ് സ്കിൻ സ്റ്റാർട്ടഡ് ക്രാക്കിംഗ് ഓൺ ഹിസ് ആംസ് ആൻഡ് ലെഗ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലും കാലിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി. ഹി ബിക്കെയിം കവേർഡ് വിത്ത് ബോയിൽസ്. അങ്ങനെ മൊത്തം വീങ്ങി ഈ ചീയാൻ തുടങ്ങി. അതുപോലെ ഈ മുഴകളൊക്കെ വന്നു. When he turned his head, there would be a clump of hair left on the pillow. അദ്ദേഹം ഈ തല കണ്ട് മാറ്റിയ സമയത്ത് മുടി ഒന്നായിട്ട് കൊഴിഞ്ഞിട്ട് ആ പില്ലോയിൽ പതിച്ചു. I tried joking. It's convenient. You don't need a comb. ഞാൻ അദ്ദേഹത്തോട് തമാശ എന്ന പോലെ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ചെറുപ്പൊന്നും വേണ്ടല്ലോ മുടി ചീക്കാൻ, കാരണം മുടിയില്ല. Soon they cut all their hair. I did it for him myself. അദ്ദേഹത്തിൻ്റെ മുടി ഞാൻ തന്നെ വെട്ടിക്കൊടുത്തു. I wanted to do everything for him myself. If it had been physically possible, I would have stayed with him 24 hours a day. ശാരീരികമായി കഴിയുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. I couldn't spare a minute. പക്ഷേ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ സാധിച്ചില്ല. ഇത് പുറത്ത് നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. ദർ ഈസ് എ ഫ്രാഗ്മെൻറ്റ് ഓഫ് സം കോൺവെർസേഷൻ. ഏതായാലും വേണ്ടില്ല, ചെറിയ ഒരു സംഭാഷണത്തിൻ്റെ ഒരു ഫ്രാഗ്മെൻറ്റ്, ഒരു ചെറിയ ഒരു രൂപം. ഐ ആം റിമെമ്പറിങ് ഇറ്റ്. എനിക്കത് ഓർമ്മയുണ്ട്. സമ്മൺ സെയിങ്, ആരോന്ന് പറയുന്നു, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് നോട്ട് യുവർ ഹസ്ബൻഡ് എനി മോർ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങളുടെ ഭർത്താവല്ല. നോട്ട് എ ബിലവ്ഡ് പേഴ്സൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളല്ല. ബട്ട് എ റേഡിയോ ആക്റ്റീവ് ഒബ്ജക്റ്റ് വിത്ത് എ സ്ട്രോങ് ഡെൻസിറ്റി ഓഫ് പോയ്സണിങ്. ഇതൊരു റേഡിയോ ആക്റ്റീവ് ഒബ്ജക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ ഭർത്താവല്ല, ഒരു റേഡിയോ ആക്റ്റീവ് ഒബ്ജക്റ്റാണ്. അവിടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ ഉണ്ടാവും. യു ആർ നോട്ട് സൂയിസൈഡൽ. അപ്പോൾ നിങ്ങൾ വെറുതെ പോയിട്ട് മരിക്കാൻ നിൽക്കണ്ട, മാറി നടയെന്ന് പറഞ്ഞു. ഗെറ്റ് എ ഹോൾഡ് ഓഫ് യുവർ സെൽഫ്. ആൻഡ് ഐ വാസ് ലൈക്ക് someone who had lost her mind. ഗെറ്റ് എ ഹോൾഡ് ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ ഒന്ന് മാറി നിൽക്കണം അവിടുന്ന്. പക്ഷേ ഐ വാസ് ലൈക്ക് someone who had lost her mind. മനസ്സ് നഷ്ടപ്പെട്ട ഒരാളെ പോലെ ആയി മാറിയിരുന്നു ഞാൻ. ബട്ട് ഐ ലവ് ഹിം. പക്ഷേ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോരാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. എനിക്കത്രയൊക്കെ അയാളെ ഇഷ്ടമായിരുന്നു. ഐ ലവ് ഹിം. ഹി ഈസ് സ്ലീപ്പിംഗ് ആൻഡ് ഐ ആം വിസ്പറിങ്. അയാൾ ഉറങ്ങുകയാണ്,
ആൻഡ് ഐ ആം വിസ്പറിങ്, ഞാനിങ്ങനെ പെറുപെറുക്കാണ്. എന്താണ്? ഐ ലവ് യു, ഐ ലവ് യു. വാക്കിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ കോർട്ട്യാർഡ്, ഐ ലവ് യു. എവിടെ നടന്നാലും ഞാൻ ഇങ്ങനെ പെറുപെറുക്കാണ്, ഐ ലവ് യു. ക്യാരിങ് ഹിസ് സാനിറ്ററി ട്രേ, ഐ ലവ് യു. വൺ നൈറ്റ് എവറിത്തിങ് വാസ് ക്വയറ്റ്. അങ്ങനെ ഒരു രാത്രി എല്ലാം ശാന്തമായി. വി വർ ഓൾ അലോൺ, ഞങ്ങൾ എല്ലാവരും ഒറ്റയ്ക്കായിപ്പോയി. ഹി ലുക്ക്ഡ് അറ്റ് മീ വെരി വെരി കെയർഫുള്ളി ആൻഡ് സഡൻലി ഹി സെഡ്, എന്നെ വളരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആൻഡ് സെഡ്, ഐ വാണ്ട് ടു സീ അവർ ചൈൽഡ് സോ മച്ച്. എനിക്കെൻ്റെ കുട്ടിയെ കാണണം. ഹൗ ഈസ് ഹി? ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? വാട്ട് ആർ വി ഗോയിങ് ടു നെയിം ഹിം? നമ്മുടെ കുട്ടിയെ എന്ത് പേരിട്ട് വിളിക്കും ഞാൻ? അല്ലെങ്കിൽ നമുക്ക് എന്താണ് കുട്ടിക്ക് പേരിടുക? യു വിൽ ഡിസൈഡ് ദാറ്റ് യുവർ സെൽഫ്. അത് നീ സ്വയം തീരുമാനിച്ചോളൂ. വൈ മൈ സെൽഫ് വെൻ ദർ ഇസ് ടു ഓഫ് അസ്? നമ്മൾ രണ്ടുപേരും ഇല്ലേ, പിന്നെന്തിനാ ഞാൻ തന്നെ തീരുമാനിക്കണം? ഇൻ ദാറ്റ് കേസ്, ഇഫ് ഇറ്റ്സ് എ ബോയ് he should be വാസ്യ, ആൻഡ് ഇറ്റ്സ് എ ഗേൾ നടാഷ. ഓക്കെ, നമുക്ക് രണ്ടാൾക്കും കൂടി തീരുമാനിക്കാം. അത് ആൺകുട്ടിയാണെങ്കിൽ വാസ്യ എന്ന് വിളിക്കാം, പെൺകുട്ടിയാണെങ്കിൽ നടാഷ എന്ന് വിളിക്കാം. ഐ വാസ് ലൈക്ക് എ ബ്ലൈൻഡ് പേഴ്സൺ. ഞാനൊരു അന്ധയെപ്പോലെ ആയിപ്പോയി. ഐ കുഡൻറ്റ് ഈവൻ ഫീൽ ദ ലിറ്റിൽ പൗണ്ടിങ് അണ്ടർനീത്ത് മൈ ഹാർട്ട്. ഈവൻ എൻ്റെ ഹൃദയം തുടിക്കുന്നത് പോലും എനിക്ക് അറിയാൻ സാധിച്ചില്ല. ഈവൻ ദോ ഐ വാസ് 6 months ഇൻ, എനിക്ക് 6 മാസം ഞാൻ ഗർഭിണിയായിരുന്ന ആ സമയത്ത്, ഐ തോട്ട് ദാറ്റ് മൈ ലിറ്റിൽ വൺ വാസ് ഇൻസൈഡ് മീ. ഞാൻ വിചാരിച്ചു ആ കുട്ടി, ഞാൻ ഗർഭിണിയാണല്ലോ, അപ്പോൾ എൻ്റെ കുട്ടി എൻ്റെ വയറ്റിലുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. ദാറ്റ് ഹി വാസ് പ്രൊട്ടക്റ്റഡ്. ആ കുട്ടിക്കൊന്നും പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് ദെൻ ദ ലാസ്റ്റ് തിങ്, ഒരു കാര്യം കൂടി, ഐ റിമെമ്പർ ഇറ്റ് ഇൻ ഫ്ലാഷസ്, ഓൾ ബ്രോക്കൺ അപ്പ്. എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷേ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. ഐ വാസ് സിറ്റിംഗ് ഓൺ മൈ ലിറ്റിൽ ചെയർ നെക്സ്റ്റ് ടു ഹിം അറ്റ് നൈറ്റ്. രാത്രി അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള ആ കസേരയിലിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ 8 മണിയാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, വാസങ്ക, ഐ എം ഗോയിങ് ടു ഗോ ഫോർ എ ലിറ്റിൽ വാക്ക്. ഞാനൊരു ചെറിയ നടത്തത്തിന് പോവാണെന്ന്. ഹി ഓപ്പൺഡ് ഹിസ് ഐസ് ആൻഡ് ക്ലോസ്ഡ് ദം, ലെറ്റിംഗ് മീ ഗോ. ഓക്കെ, നീ നടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ നടക്കാൻ അനുവദിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ കിടന്നു. ഐ ഹാഡ് ജസ്റ്റ് വാക്ക്ഡ് ടു ദ ഹോട്ടൽ, ഗോൺ അപ്പ് ടു മൈ റൂം, ലെയിൻ ഡൗൺ ഓൺ ദ ഫ്ലോർ. അങ്ങനെ ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് പോയി, എൻ്റെ റൂമിലേക്ക് പോയി, ആ ഫ്ലോറിൽ കിടന്നു. ഐ കുഡൻ ലൈ ഓൺ ദ ബെഡ്, കാരണം ഫ്ലോറിലേ കിടക്കാൻ പറ്റുള്ളൂ, ബെഡിൽ എനിക്ക് കിടക്കാൻ തോന്നിയില്ല. എവറിത്തിങ് ഹേർട്ട് ടു മച്ച്, എല്ലാം എനിക്ക് എൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. when the cleaning lady started knocking on the floor. അങ്ങനെ ആ സമയത്താണ് ആ ക്ലീൻ ചെയ്യുന്ന ആ സ്ത്രീ വന്ന് വാതിലിന് മുട്ടുന്നത്. ഗോ റൺ ടു ഹിം, ഹി ഈസ് കോളിംഗ് ഫോർ യു ലൈക്ക് മാഡ്. ഓട്, അദ്ദേഹം നിന്നെ ഒരു ഭ്രാന്തനെ പോലെ വിളിക്കുകയാണ്, ഓട്. അങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം നിന്നെ വിളിക്കുന്നുണ്ട്, നീ ഓട്. റൈറ്റ് അവേ ഐ കോൾഡ് ദ നഴ്സസ് പോസ്റ്റ്. അങ്ങനെ ആ സമയത്ത് തന്നെ ഞാൻ നേഴ്സിൻ്റെ പോസ്റ്റിൽ വിളിച്ചു. ഹൗ ഈസ് ഹി? എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്? ഹി ഡൈഡ് 15 minutes ago. അപ്പോൾ പറഞ്ഞു, അദ്ദേഹം 15 മിനിറ്റ് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. വാട്ട്? ഐ വാസ് ദെയർ ഓൾ നൈറ്റ്. രാത്രി മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നല്ലോ. മരിച്ചോ? ഐ വാസ് ഗോൺ ഫോർ 3 hours. 3 മണിക്കൂർ എനിക്കൊന്നും സംസാരിക്കാനായില്ല. ഐ റാൻ ഡൗൺ ദ സ്റ്റെയർസ്. ഹി വാസ് സ്റ്റിൽ ഇൻ ഹിസ് ബയോ ചേംബർ. ഐ റാൻ ഡൗൺ ദ സ്റ്റെയർസ്. അങ്ങനെ ആ സ്റ്റെയർസിന് അടിയിലേക്ക് ഓടി. ഹി വാസ് സ്റ്റിൽ ഇൻ ഹിസ് ബയോ ചേംബർ. ദേ ഹാഡൻറ്റ് ടേക്കൺ ഹിം അവേ യെറ്റ്. അദ്ദേഹം ഇപ്പോഴും മരിച്ചു കിടന്നിട്ടും അദ്ദേഹം ആ ബയോ ചേംബറിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇതുവരെ എടുത്തിട്ടില്ല, ശവം എടുത്തിട്ടില്ല. ഐ ഡിഡൻറ്റ് ലീവ് ഹിം എനി മോർ ആഫ്റ്റർ ദാറ്റ്.
പക്ഷെ അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ വെടിഞ്ഞില്ല. ഐ എസ്കോർട്ടഡ് ഹിം ഓൾ ദ വേ ടു ദ സെമിറ്ററി. ഞാൻ സെമിത്തേരി വരെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഞാൻ പോയി, അദ്ദേഹത്തിനെ അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ. ഓൾദോ ദ തിങ് ഐ റിമെമ്പർ ഇസ് ഇൻ ദ ഗ്രേവ് ഇറ്റ്സ് എ പ്ലാസ്റ്റിക് ബാഗ്, ദാറ്റ് ബാഗ്. പക്ഷേ അത് അദ്ദേഹത്തെ അടക്കം ചെയ്യാൻ കൊണ്ടുപോകുന്നത് ഒരു ശ്മശാനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഒരു ശവക്കല്ലറയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, മറിച്ച് ഒരു പ്ലാസ്റ്റിക് ബാഗ് പോലെയാണ് എനിക്ക് തോന്നിയത്. At the morgue they said, want to see what we will dress him in? Yes, I did. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പുതപ്പിക്കുന്നത് എന്ന് കാണണോ? പക്ഷേ ഞാൻ കണ്ടു. They dressed him up in formal wear with his service cap. വളരെ ഫോർമലായിട്ടായിരുന്നു അദ്ദേഹത്തെ ധരിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ സർവീസ് ക്യാപ്പോടുകൂടി. They couldn't get shoes on him because his feet had swollen up. പക്ഷേ ഷൂ ഇടിക്കാൻ അദ്ദേഹത്തിന് ഷൂ ഇട്ട് കൊടുക്കാൻ സാധിച്ചില്ല, കാരണം കാലൊക്കെ ഭയങ്കരമായിട്ട് വീങ്ങിയിരുന്നു. They had to cut up the formal wear too because they couldn't get it on him. അതുപോലെ തന്നെ ആ ഫോർമൽ വെയർ ശരിക്കും ഉടുപ്പിച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം ഇതൊക്കെ അങ്ങനെ വീങ്ങി കിടക്കുകയാണ്. സോ there wasn't a whole body to put it on. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ മൊത്തം ശരീരം അവർക്ക് കിട്ടിയിട്ടില്ല. അവിടെയും ഇവിടെയൊക്കെ പൊട്ടി കീറിയ ശരീരമാണ്. The last 2 days in the hospital, pieces of his lungs, of his liver were coming out of his mouth. ആ ലാസ്റ്റ് ദിവസങ്ങളിൽ ആ ഹോസ്പിറ്റലിലുള്ള ലാസ്റ്റ് ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലങ്സിൻ്റെ, അദ്ദേഹത്തിൻ്റെ ലിവറിൻ്റെ ഒക്കെ കഷ്ണങ്ങൾ ഇങ്ങനെ ഛർദ്ദിച്ചു പോരുന്നുണ്ടായിരുന്നു. ഹി വാസ് ചോക്കിംഗ് ഓൺ ഹിസ് ഇൻറ്റേർണൽ ഓർഗൻസ്. ആന്തരികമായി അദ്ദേഹം ഇരിക്കുകയായിരുന്നു. I would wrap my hand in a bandage and put it in his mouth. എന്നിട്ടൊരു ബാൻഡേജ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ടേക്ക് ഔട്ട് ഓൾ ദാറ്റ് സ്റ്റഫ്. എന്നിട്ട് വെച്ചിട്ട് അതൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ്. ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഇതിനെ പറ്റി പറയാൻ എനിക്ക് സാധിക്കില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ ടു റൈറ്റ് അബൌട്ട് ഇറ്റ് ആൻഡ് ഈവൻ ടു ലിവ് ത്രൂ. എനിക്ക് പറയാനും പറ്റൂല, എനിക്ക് എഴുതാനും പറ്റൂല അതിനെക്കുറിച്ചിട്ട്. They couldn't get a single pair of shoes to fit him. അദ്ദേഹത്തിന് പാകമാവുന്ന ഒരു പെയർ ഓഫ് ഷൂസ് പോലും അദ്ദേഹത്തിന് എടുത്തു കൊടുക്കാൻ സാധിക്കുന്നില്ല. They buried him barefoot. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നഗ്നപാതനായിട്ട് അദ്ദേഹത്തെ അടക്കം ചെയ്തു. ഓക്കെ, ഈ സ്റ്റോറി ഇതുവരെ ആണ് പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗം പറയാം കേട്ടോ. ഓക്കെ, ഏതായാലും ക്ലാസ്സുകൾ കേട്ടിട്ട് നോട്ട്സ് എഴുതിയെടുക്കുക. നിങ്ങളുടെ എക്സാം തൊട്ടടുത്ത് വരികയാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ ഇതിൻ്റെ ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.